ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? മഴയൊക്കെ ആയ കാരണം മൂടി പൊതച്ച് കിടന്നുറങ്ങാവൂലേ? ഞാൻ എന്തായാലും നല്ല കുട്ടിയായിട്ട് നേരത്തെ തന്നെ നീച്ചിട്ടുണ്ട് കേട്ടോ. നേരത്തെ നീച്ച് വന്നപ്പോഴാണ് മീൻ ഇരിക്കുന്നത് കണ്ടത്. അച്ഛൻ രാവിലെ തന്നെ മീൻ കൊടുത്തിട്ടുണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരും മീൻ കൂട്ടാൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇന്ന് സൺഡേ ആയ കാരണം കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കേട്ടോ നീച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 7:30 ടൈമാണ് ഇപ്പോൾ. ഞാനൊരു 7:15 ആയപ്പോൾ നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇരുന്നിട്ടും നടന്നിട്ടൊക്കെ അങ്ങനെ 7:30 ആക്കി. അപ്പോൾ ഞാൻ വിചാരിച്ച് വേഗം കുഞ്ഞാറ്റ നീക്കുന്നതിന് മുന്നേ മീൻ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞില്ലേ. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണ് കേട്ടോ. എനിക്കങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് ശനി ഞായറും ലീവല്ലേ, പിള്ളേർക്ക് സ്കൂളിലേക്ക് പോകണ്ട, നമുക്ക് കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ ഉണ്ണിയില്ല, കാരണം നേരത്തെ തന്നെ നീക്കേണ്ടി വരും നമുക്ക്. പക്ഷെ ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ എന്താ അതിലേറെ വിഷമം. ഇനിയിപ്പോൾ നാളെ സ്കൂൾ തുറക്കില്ലേ, തിങ്കളാഴ്ച അല്ലേ, നീ അതെപ്പോഴും കൂടി ആലോചിച്ചിട്ടിരിക്കുകയാണേ. എനിക്കങ്ങനെ വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. എനിക്ക് എല്ലാ ദിവസവും ഒരേപോലെ തന്നെ, തിങ്കൾ തൊട്ട് ഞായർ വരെ ഒരേപോലെയുള്ള ദിവസങ്ങൾ തന്നെയാണ്. എന്താ പറയുക, ഞായറാഴ്ച ആകുമ്പോൾ പ്രത്യേകം പണി കൂടുന്നു മാത്രമേ ഉള്ളൂ. നേരത്തെ പണികളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതെ അവിടെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ നമുക്കൊന്നും പറ്റാറില്ല കേട്ടോ. ഇവരുടെ പിന്നാലെ നടത്തും. പിന്നെ അതല്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ പണികളായിട്ട് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ സൺഡേ ആയ കാരണം ഞാനിന്നിപ്പോൾ ചിക്കനും അതുപോലെ റൈസും ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അച്ഛൻ രാവിലെ തന്നെ മീൻ വാങ്ങിക്കൊടുന്ന കാരണം പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് സംക്രാന്തിയില്ല, അപ്പോൾ ഞാൻ അന്ന് വാങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് മീൻകറി വെക്കാം അല്ലേ. ഏട്ടന് ഇവിടെ ഇല്ലാത്ത കാരണം ഇങ്ങനെ ചിക്കനും റൈസൊക്കെ വയ്ക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. പക്ഷെ എന്താ പറയുക, ഏട്ടനില്ല എന്ന് വെച്ചാൽ നമുക്ക് തിന്നാണ്ടിരിക്കാൻ പറ്റുമോ അല്ലേ, കുട്ടികൾക്കും ബാക്കിയുള്ളവർക്ക് കഴിക്കണ്ടേ. അപ്പം എന്താ ചെയ്യുക, ഏട്ടൻ വരുമ്പോൾ ഏട്ടനും വെച്ച് കൊടുക്കുക. ഇവിടുത്തെ അച്ഛൻ അയില എണ്ണ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ അങ്ങനെ മീൻ വാങ്ങണത് ഇഷ്ടമല്ല. നമ്മളിതിന് മുന്നേ മീൻ വാങ്ങിയപ്പോൾ എന്തോ ഒരു സുഖമില്ലായ്മ, ആകെ കേട് വന്ന പോലെയായിരുന്നു. അതിന് ശേഷം എനിക്കങ്ങനെ മീൻ വാങ്ങുന്നതിനോടോ ഒന്നും മീൻ കൂട്ടാൻ അങ്ങനെ ഒന്നും വെക്കുന്നതിനോടേ താല്പര്യമില്ല കേട്ടോ. ഇത് പിന്നെ കുഴപ്പമില്ലാത്ത മീൻ തന്നെയായിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് മീൻ തന്നെയായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയില്ല, പക്ഷെ എനിക്കത് നന്നാക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെ തോന്നി. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മീൻ തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞാറ്റതേ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ അവൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൾ നീച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ വോയിസ് കൊടുത്തിട്ടുള്ളത്. ഇതേ കണ്ടില്ലേ, പൈനാപ്പിൾ എസൻസ്. ഞാൻ ശരിക്കും ബിരിയാണി വെക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊടുന്നതായിരുന്നു. പിന്നെ എന്തായാലും മീൻ കൂട്ടാൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ, ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഫോണ് തല തിരിച്ച് പിടിച്ചതും അങ്ങനെ പിടിച്ചതൊക്കെ ഇതിൽ മനസ്സിലാവുന്നത്. ശരിക്കും ഞാൻ നേരെ തന്നെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തോന്ന് അറിയില്ല, എന്താ പറയുക, പല സൈസിലാണ് ഇപ്പോൾ വീഡിയോ വരുന്നത്. ആദ്യമൊക്കെ ആയിരുന്നു ഞാൻ വീഡിയോ പിടിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ റീൽസൊക്കെ എടുക്കില്ല, അതുപോലെയായിരുന്നു ഞാൻ ഫോൺ പിടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ശരിക്കും പിടിക്കാൻ തുടങ്ങി. പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ, അങ്ങനെ പിടിച്ചിട്ടും ചില ടൈമിൽ ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ കേട്ട് വരുന്നുണ്ട്. അതെന്താ, ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പണികളും ചെയ്യണതിൻ്റെ അങ്ങനെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വരുന്നത്. ഇതിന് മുന്നേ ഞാനിട്ട വീഡിയോ കണ്ടിട്ട് എനിക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, കലം വെക്കിന് കണ്ടപ്പോൾ കുട്ടിക്കാലമല്ല മൺകലാണ് അങ്ങനെ പറയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിനെ എൻ്റെ അറിവിൽ കുട്ടിക്കാലൊന്നും മൺകലം എന്നൊക്കെ പറയൂ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇന്നത്തെ മീൻകറി ഒരു വെറൈറ്റി ആക്കിയാലോ, ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിപ്പോൾ നമ്മൾ ഒരേപോലെ വെച്ചിട്ട് കാര്യമില്ലല്ലേ, എന്തെങ്കിലും ഒരു വ്യത്യസ്തം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ മീൻകൂട്ടി ഒന്ന് വ്യത്യസ്തമായിട്ട് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ട് നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് വെച്ചത്. പക്ഷെ ഇത് കഴിച്ച് വന്നപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ എന്തോ കടലക്കറി ഉണ്ടാക്കിയ അവസ്ഥയായിരുന്നു. അടിപൊളി തന്നെയായിരുന്നു കേട്ടോ ലാസ്റ്റ്. അപ്പോൾ അതാ ഞാൻ കുട്ടിക്കാലത്തിൽ പുളിയൊക്കെ പിഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. പുളി അങ്ങനെ വെള്ളം പോലെ, എന്താ പറയുക, നമ്മൾ ഈ പുളി അവസാനമായപ്പോഴാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പം അതിൽ ലാസ്റ്റ് വെള്ളം പോലെ ഉണ്ടായിരുന്നത്. അപ്പം അതെടുത്ത കാരണമായിട്ട് അങ്ങനെ വെള്ളം പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ആവശ്യമായ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സബോള എല്ലാതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് കേട്ടോ എടുക്കണേ. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ എത്ര കഴുകി വെച്ചതായാൽ പോലും നമ്മൾ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ അപ്പം കഴുകി എടുക്കണതാണ് കേട്ടോ നല്ലത്. എന്തോ ഒരു ഭാഗ്യത്തിന് കറി വയ്ക്കാൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. ചില സമയത്തൊന്നും നമുക്ക് ഓരോന്നും ഉണ്ടാവില്ല. ചില സമയത്ത് പച്ചമുളക് ഉണ്ടാവില്ല, ചിലപ്പോൾ സബോള ഉണ്ടാവില്ല. അങ്ങനത്തെ ഒക്കെ ഓരോ അവസ്ഥയാണ്. നമ്മൾ സാധാരണക്കാരാണ്. എല്ലാവരുടെ വീട്ടിലും എല്ലാം അതിപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കില്ലേ ഈ പെണ്ണ് എന്ത് മീൻകറി വെക്കണേന്ന്. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ വെക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ആദ്യം കുട്ടിക്കാലത്തിൽ പുളി നന്നായി തിളപ്പിച്ചിട്ട് അതിലേക്ക് കുഞ്ഞൊരു കഷ്ണം സബോളയാണ് ഇട്ടിട്ടത്. കുഞ്ഞൊരു കഷ്ണം സബോള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഒക്കെ കൂടിയിട്ട് നല്ല, എന്താ പറയുക, അയ്യോ കിട്ടുന്നുമില്ലല്ലോ, തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്തത്.
അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഞാൻ പച്ചോട് കൂടി ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛനെ കാപ്പി വെച്ച് കൊടുത്തതാണ് കണ്ടത്. ഞാൻ പിന്നെയും പറയാണ്, ഇതൊരു പരീക്ഷണം മാത്രമാണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മൾ മീൻകറി വെക്കണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാതും നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ല എന്താ പറയുക ബ്രൗൺ കളറാക്കിയതിന് ശേഷം നമ്മൾ പുളിയിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യാറില്ല. ഇന്നിപ്പോൾ സത്യം പറഞ്ഞൊരു പരീക്ഷണം മാത്രമാണ്. കൂട്ടാനാവണേൻ്റെ ഇടയിൽ ഞാൻ അരി ഇടാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മുടെ കുറുവരി ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു, ഫുള്ള് കഴിഞ്ഞു. അപ്പം ഇനി മുതൽ ഫുള്ള് ഇന്ന് റേഷനരി മാത്രമാണ്. എനിക്ക് പിന്നെ എന്താ പറയുക, കോലത്തെ തമ്പുരാട്ടി ആയ കാരണം തോന്നുന്നു റേഷനരി വല്ലാണ്ട് ഇഷ്ടമല്ല. വല്ലാണ്ടൊന്നല്ല, റേഷനരി തീരെ കഴിക്കില്ല. അതെന്താണെന്ന് അറിയില്ല കേട്ടോ, വലിയ ജാഡായിട്ടോ എന്താ പറയുക വലിയ പൈസ ഉണ്ടായിട്ട് അങ്ങനെയൊന്നുമല്ല. അത് ചിലപ്പോൾ പണ്ട് മുതലുള്ള ശീലമായിരിക്കും. എനിക്ക് അങ്ങനെ റേഷനരി പറ്റാറില്ല, ഞാൻ കഴിക്കത്തില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. ഞാനിവിടെ റേഷനരി വെച്ച് ഞാനങ്ങനെ ഒട്ടുമിക്ക ദിവസങ്ങളിലും കഴിക്കാറില്ല. അതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. അപ്പം നമ്മളത് കഴിക്കില്ല എന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കഴിക്കുന്നവർ കഴിക്കട്ടെ. നമുക്കിപ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അത് മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ പണ്ടത്തെ പോലെ നല്ല ഇപ്പോഴത്തെ റേഷനരി എന്ന് പറഞ്ഞാൽ നല്ല അരിയൊക്കെയാണല്ലേ. മീൻ കൊണ്ടുവന്ന ഉടനെ അത് മുളക് പെനച്ച് വെക്കുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. നന്നാക്കിയ ഉടനെ അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാറില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുള്ളൂ. പിന്നെന്താ പുളിയൊക്കെ തിളച്ചതായി വന്നപ്പോൾ അതിലേക്ക് തലക്കഷ്ണം മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 4-5 കഷ്ണം പുളിയിലേക്ക് ഇട്ട് കൊടുത്ത് ബാക്കി വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. തേങ്ങ ഇവിടെ മസ്റ്റാണ് കേട്ടോ. തേങ്ങ ഇല്ലാണ്ട് ഒരു കൂട്ടാനില്ല ഇവിടെ. എല്ലാ കറിയിലും ഇവിടെ തേങ്ങ അരച്ച് വെക്കാനുണ്ടോ, പ്രത്യേകിച്ച് മീൻ കറിയിൽ. എനിക്കൊന്നും തേങ്ങ അരച്ച് വെക്കാണ്ടേ ഇഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും തേങ്ങ അരയ്ക്കാണ്ട് ഒരു കറി അങ്ങനെ വെക്കണതും ഇഷ്ടമല്ല കേട്ടോ. എല്ലാത്തിലും നമ്മൾ തേങ്ങ അരച്ച് കൂട്ടാറുണ്ട്. തേങ്ങ ഇഷ്ടംപോലെ ഉണ്ടായിട്ടൊന്നല്ല, എന്നാലും നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ നമുക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെന്താ, നമ്മൾ ഈ മീൻകറി വെച്ച് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് ഉടുക്കാറുണ്ട്. ഉച്ചവരെയൊക്കെ നമ്മളിത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം ഒരു തേങ്ങയൊക്കെ മതിയല്ലോ. അങ്ങനെ വെച്ച് ഡെയിലി തേങ്ങ കരച്ച് കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഇതാ ഞാനതിലേക്ക് സബോള ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വറുത്തിടാൻ വേണ്ടി നോക്കിയപ്പോഴാണ് കേട്ടോ ചെറുള്ളി ഇല്ലയെന്ന് കണ്ടത്. അപ്പോൾ ഞാൻ വേഗം കുഞ്ഞൊരു കഷ്ണം സബോള അരിഞ്ഞതാക്കുകയാണ് ചെയ്തത്. പക്ഷെ ഇതിലേക്കൊക്കെ കൂടുതൽ ചെറുള്ളി വറുത്തിടുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പക്ഷെ ഇല്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക തന്നെ. ഈ കൂട്ടാനിലേക്ക് ലാസ്റ്റ് കടുക്, കറിവേപ്പില പൊട്ടിച്ചിടുന്നതും അതുപോലെ ഉള്ളിയൊക്കെ വറുത്തിട്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അതും പ്രത്യേകിച്ച് വെളിച്ചെണ്ണയിൽ അതൊരു നല്ലൊരു മണമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിൻ്റെ സ്മെല്ല്. മീൻകറിയൊക്കെ വെച്ച് 6,000 ഒരു പാത്രം ചോറുണ്ട്. ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ കൂട്ടാനൊക്കെ. ഇങ്ങനെയൊക്കെ കൂട്ടാനും കറിയൊക്കെ വയ്ക്കുമ്പോൾ ഏട്ടനെയാണ് കേട്ടോ ശരിക്കും മിസ് ചെയ്യുന്നത്. ഏട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ഞാനിത് കറിയൊക്കെ ആയി കഴിഞ്ഞ് ഉടനെ ഞാൻ ചോദിക്കുന്നത് ടേസ്റ്റ് ഉണ്ടോ, നന്നായിട്ടുണ്ടോ, എങ്ങനെയാണെന്നൊക്കെ ഏട്ടനോടാണ് കേട്ടോ ചോദിക്കാറുള്ളത്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫ്രിഡ്ജൊക്കെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വഴിയേ വരും, എഡിറ്റ് ചെയ്തിട്ടില്ല. എന്നൊന്നും ഫ്രിഡ്ജ് കഴുകാറില്ല. ഓരോ ദിവസം പറ്റുമ്പോൾ ഓരോരോ പണികളിൽ ഇങ്ങനെ ഏർപ്പെടുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഒരു ദിവസം ഫ്രിഡ്ജ് ക്ലീനിങ് കാണിച്ച് വേറൊരു ദിവസം വേറെ എന്തെങ്കിലും ഒരു പണി, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ ചെയ്യാറുള്ളത്. ഇപ്പം പ്രത്യേകിച്ചും കർക്കിടക മാസം ആവാറായപ്പോൾ വല്ലാത്തൊരു ക്ലീനിങ് ആയിപ്പോയി. എല്ലായിടത്തും വൃത്തിയാക്കലൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ മീൻകറി ഫിനിഷ് ആവാറുണ്ട്. ഒരു വെറൈറ്റി കറി തന്നെയായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. എൻ്റെ പരീക്ഷണമായിരുന്നു കേട്ടത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു 7:30 തുടങ്ങിയ പണിയാണ്. ഇപ്പോൾ കറക്റ്റ് 8 മണി. 8 മണി നേരത്തെ നമ്മുടെ കുഞ്ഞാറ്റ കറക്റ്റ് ടൈമിൽ തന്നെ നീച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് മീൻ കൂട്ടാനൊക്കെ ആയതിനു ശേഷമാണ് കുഞ്ഞാറ്റ നീച്ചിട്ടുണ്ടായിരുന്നത്. കറിവേപ്പില ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് വെക്കുകയാണ് ചെയ്യുക. പെട്ടെന്ന് നമ്മൾ വറുത്തിടുന്ന സമയത്ത് ഇല്ലാതെ ആകുമ്പോൾ പോയി പൊട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനിവിടെ പൊട്ടിച്ചിട്ട് വെക്കുക. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് കളർ മാറിയിരിക്കുന്നത്. കളറല്ല, ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലേ 7:30 മുതൽ 8 മണി വരെയുള്ള എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം എന്തോരം നന്നാവും അതുപോലെ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ രാവിലെ ദോശയ്ക്കൊക്കെ ഈ മീൻകറി തന്നെയാണ് കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാറ്റ നീച്ച് നമ്മുടെ മീൻ കൂട്ടാനായി. ആ ബേബി. അപ്പൊ ബായ് പറഞ്ഞ. ബായ്. നീച്ച് വന്നല്ലോ. നീച്ച് വന്നു. ഇപ്പൊ സമയം എത്ര മണിയായി? 8 മണിയായി.